അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 113, അഹ്വാലുൽ മുസ്നദ് 26, പേജ് 161. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. വഖീല ഫീ നഹ്വി സയ്യിദുൻ അൽ മുൻതലിഖു വൽ മുൻതലിഖു സയ്യിദുൻ എന്നിവ പോലത്തതിൽ പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടത്? വഖീല മത്നുള്ളത് വഖീല അൽ ഇസ്മു മുതഅയ്യിനുൻ ലിൽ ഇബ്തിദായി ലിദലാലത്തിഹി അല ദാത്തി വസിഫത്തി അല വസിഫത്തു ലിൽ ഖബരിയത്തി എന്നാണ്. വസിഫത്തു ലിൽ ഖബരിയത്തി ലിദലാലത്തിഹ അല അംരി നിസബിയ്യ എന്നാണ് മത്ന്. ഈ ഖീല ഇവിടെ വരാനുള്ള കാരണം തുടക്കത്തിൽ മുസന്നിഫ് പറഞ്ഞത് അമ്മാ തഅരീഫുഹു ഫലി ഇഫാദത്തി സാമിഇ ഹുക്മൻ അലാ അംരിൻ മഅലൂമിൻ ലഹു എന്ന് 157 പേജിൽ പറഞ്ഞു. മുസ്നദിനെ മഅരിഫയാക്കൽ സാമിഇനിക്ക് ഇഫാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഹുക്മിനെ അലാ അംരിൻ മഅലൂമിൻ ലഹു സാമിഇന് അറിയപ്പെട്ട ഒരു കാര്യത്തിന് മേൽ ബി യഹിദാ തുർക്കി തഅരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് അറിയപ്പെട്ട കാര്യത്തിന്റെ മേൽ ബി ആഖറ മിസ്ലിഹീന അതേപോലത്തെ മറ്റൊന്നുകൊണ്ട്. അപ്പം മുസ്നദും മുസ്നദി ഇലൈഹിയും ആർക്കറിയണം? സാമിഇന് അറിയണം എന്ന് മനസ്സിലായി. അപ്പോൾ അലാ അംരിൻ മഅലൂമിൻ ലഹു എന്ന് പറഞ്ഞ മുസ്നദ് ഇലൈഹിയായ മഅലൂമുൻ ലഹു, മുസ്നദായ മഅലൂമുൻ ലഹു, ഇത് രണ്ടും ഏതാവാം? ഇവിടെ മുസ്നദ് ഇലൈഹി തഅരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് അറിയപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അത് അൽമിയത്ത് കൊണ്ട് മഅരിഫയായതുമാവാം, അലിഫിലാമ കൊണ്ട് മഅരിഫയായതുമാവാം ആ മുസ്നദ് ഇലൈഹി. അതുപോലെ തന്നെ എന്താണ് മൗസൂലത്ത് കൊണ്ട്, ഇശാറത്തിന്റെ ഇസ്മ കൊണ്ട്, ഏതുകൊണ്ട് മഅരിഫയാക്കപ്പെട്ട കാര്യത്തിന്റെ മേലിലും ആവാം. ബി ആഖറ മിസ്ലിഹി എന്ന് പറഞ്ഞ മുസ്നദും ഈ സാമിഇനിക്ക് മഅലൂമാകുന്നത് ഏതെങ്കിലും ഒരു തരീഖ് കൊണ്ടാവാം എന്ന് പറയുമ്പോൾ, സയ്യിദുൻ അൽ മുൻതലിഖു എന്ന് പറയുമ്പോൾ സയ്യിദിന്റെ മേൽ ഇന്തിലാക്കുകൊണ്ട് ഹുക്മു ചെയ്യപ്പെടുകയാണ്. അൽ മുൻതലിഖു സയ്യിദുൻ എന്ന് പറയുമ്പോൾ പോകുന്നവന്റെ മേലിൽ സയ്യിദിയ്യത്ത് കൊണ്ട് ഹുക്മു ചെയ്യപ്പെടുകയാണ്. ഇവിടെ രണ്ടും മഅരിഫയായോടത്ത് മുസ്നദ് ഇലൈഹിയെ മുന്തിക്കണമെന്നാണ് നഹ്വികളുടെ നിയമം. അൽഫിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഫംനഉഹു ഹി വല്ലസുലു ഫിൽ ലഖ് ബാരി അൻതു അഖറ വജവസു തഖദീമ ഇദ്ലാ ലററ. ഫംനഉ ഹീന യസ്തവിൽ ജുസ്ആനി ഉർഫൻ വനുക്റൻ ആദിമൈ ബയാനി എന്ന് പറഞ്ഞത് എന്താ? രണ്ടും മഅരിഫയായാൽ മുസ്നദ് ഇലൈഹിയെ മുന്തിക്കണം. രണ്ടും നിക്റായാലും അങ്ങനെ തന്നെ. അത് മുസ്നദ് ഇലൈഹി ഏതാണെന്ന് തീരുമാനിച്ചതിന്റെ ശേഷം പറയേണ്ടതാണത്. ഏതാണ് മുസ്നദ് ഇലൈഹി, ഏതാണ് മുസ്നദ്? ഇതുവരെയും കിതാബിൽ പറഞ്ഞത് മുസ്നദ് ഇലൈഹി ഏതായാലും എന്താവാം, അതിനെ മുന്തിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അംറും മഅലൂമ് തഅരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് അറിയപ്പെട്ട കാര്യത്തിന്റെ മേൽ, അപ്പൊ അത് മുസ്നദ് ഇലൈഹി ആവണം. ആ മുസ്നദ് ഇലൈഹി അൽമിയ്യത്ത് കൊണ്ട് മഅരിഫയായതുമാവാം, മറ്റുള്ള തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മഅരിഫയാക്കപ്പെട്ടു ആവാലോ. അതുപോലെ ബി ആഖറ മിസ്ലിഹി എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ.
അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? അൽ മുൻതലിഖു എന്ന ഇന്തിലാക്കുള്ള ഒരുത്തന്റെ മേലിൽ സൈദിയ്യത്ത് കൊണ്ട് ഹുക്മ് ചെയ്യാം എന്ന് വന്നു. അൽ മുൻതലിഖു മുബ്തദയും സൈദുൻ എന്നതിനെ ഖബറും ആക്കാം എന്നാണ് ഇതുവരെയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ മുസ്നദ് ഇലൈഹി ഏതാണെന്ന് മനസ്സിലായോടത്ത് മുസ്നദിനെ മുന്തിക്കണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൽ നിന്നും കിട്ടുക. ഇത് ജുംഹൂറിന്റെ അഭിപ്രായമാണ്. നഹ്വിൽ പറഞ്ഞത് മുസ്നദ് ഇലൈഹി ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മുസ്നദ് ഇലൈഹിയെ മുന്തിക്കണം. രണ്ടും മൈരിഫായോടത്ത് മുസ്നദ് ഇലൈഹിയെ മുന്തിക്കണം. അത് സൈദുൻ അഹൂക്കയാവട്ടെ അല്ലെങ്കിൽ അഹൂക്ക സൈദുൻ എന്നാവട്ടെ. മുസ്നദ് ഇലൈഹി തീരുമാനമായതിന്റെ ശേഷമുള്ള തക്ദീമു തഅഖീറാണ്. ഇനി പറയുന്നത് വഖീല പറയപ്പെട്ടു ഫീ നഹ്വി സൈദുൻ അൽ മുൻതലിഖു പോലത്തതിൽ വൽ മുൻതലിഖു സൈദുൻ പോലത്തതിലും പറയപ്പെട്ടു അൽ ഇസ്മു മുതഅയ്യിനുൻ ലിൽ ഇബ്തിദാഇന് നിർണയമായതാണ്. അതായത് ഇസ്മു എന്ന് പറഞ്ഞാൽ ഇവിടെ സൈദുൻ അൽ മുൻതലിഖു എന്ന് പറഞ്ഞോട്ട് സൈദാണ് മുറാദ്. അത് ആ സൈദുൻ അൽ മുൻതലിഖു എന്ന് പറഞ്ഞോട്ട് സൈദ് മുസ്നദ് ഇലൈഹിയാണ്, അൽ മുൻതലിഖു മുസ്നദാണ്. വൽ മുൻതലിഖു സൈദുൻ എന്ന് പറഞ്ഞോടത്തോ അവിടെയും വൽ മുൻതലിഖു മുസ്നദും സൈദുൻ മുസ്നദ് ഇലൈഹിയാണ് ഈ ഖീല പറയുന്നത്. അപ്പോ ഖീല പറയപ്പെട്ടു ഫീ നഹ്വി സൈദുൻ അൽ മുൻതലിഖു പോലത്തതിൽ വൽ മുൻതലിഖു സൈദുൻ പോലത്തതിലും അൽ ഇസ്മു മുതഅയ്യിനുൻ ലിൽ ഇബ്തിദാഇ ഇസ്മു ഇബ്തിദാഇന് നിർണയമായതാണ്. തഖദ്ദമ ഔ തഅഖറ കണ്ടോ, അത് മുന്തട്ടെ പിന്തട്ടെ. അതായത് സൈദുൻ അൽ മുൻതലിഖു വൽ മുൻതലിഖു സൈദുൻ രണ്ട് സ്ഥലത്തും സൈദാണ് ആര് മുബ്തദ. എന്തുകൊണ്ട്? ലി ദലാലത്തിഹി ഈ ഇസ്മു അറിയിച്ചതിന് വേണ്ടി അലദ്ദാത്തി ദാത്തിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. സയ്യിദ് എന്ന പേരുള്ളൊരു മുസമ്മ. വസിഫത്തു സിഫത്ത് കൊണ്ടുള്ള മുറാദ് ഇവിടെ സിഫത്തുള്ള ഒരാള് എന്നർത്ഥം. ഒരു ദാത്ത് തന്നെയാണ് മുറാദ്. ഉദാഹരണത്തിന് അൽ മുൻതലിഖു സയ്യിദുൻ എന്ന് പറഞ്ഞോടത്ത് യഥാർത്ഥത്തിൽ സിഫത്ത് ഇന്തിലാക്കാണ്. ആ ഇന്തിലാക്കല്ല ഇവിടെ മുറാദ്, ഇന്തിലാക്ക് ഉള്ള ഒരു സാഹിബാണ് മുറാദ്. ഇവിടെ വൽ മുൻതലിഖു എന്നുള്ളതാണ് സിഫത്ത്. യഥാർത്ഥത്തിൽ അത് സിഫത്തല്ല, സിഫത്തുള്ള ഒരു ദാത്താണ്. ഇവിടെ സിഫത്ത് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം ഇത് വൽ മുൻതലിഖു എന്ന് പറഞ്ഞതാണ് ഈ ഉദാഹരണത്തിൽ. ഇനി സയ്യിദുൻ ആലിമുൻ എന്ന് പറഞ്ഞുകൊടുത്ത് സിഫത്തുകൊണ്ടുള്ള മുറാദ് ഏതാ? അവിടെ സിഫത്ത് ഇൽമാണെങ്കിലും ഇവിടുത്തെ മുറാദ് ആലിമു എന്ന് പറഞ്ഞാൽ ലഫ്ളാണ്. പറയട്ടെ, വസിഫത്തു മുതഅയ്യിനത്തുൽ ലിൽ ഖബരിയ്യത്തി സിഫത്ത് ഖബരിയ്യത്തിനും നിർണയമായതാണ്. ഇതാണ് ഖീല. അതിനവർ കാരണം പറയുന്നു തഖദ്ദമത്ത് ഔ തഅഖറത്ത്. അപ്പോൾ സയ്യിദ് അതായത് ഇസ്മു ഇബ്തിദാഇന് നിജമാകാനുള്ള കാരണം ദാത്തിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി എന്നാ പറഞ്ഞത്. ലി ദലാലത്തിഹി അലദ്ദാത്തി. ഇനി വസിഫത്തു മുതഅയ്യിനത്തുൽ ലിൽ ഖബരിയ്യത്തി സിഫത്ത് ഖബരിയ്യത്തിനു നിർണയമായതാണ്. തഖദ്ദമത്ത് ഔ തഅഖറത്ത് അത് മുന്തട്ടെ പിന്തട്ടെ. ലി ദലാലത്തിഹാ അല അംറിൻ നിസബിയ്യിൻ ഈ സിഫത്ത് ഒരു നിസബിയായ അംറിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. നിസബിയായ അംറിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. നിസബിയായ അംറിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. നിസബിയായ അംറെന്ന് പറഞ്ഞാൽ ഇന്തിലാക്ക് എന്നുള്ളത് നിസബിയായ അംറിന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ സിഫത്ത് ഇന്തിലാക്ക് ഇത് മറ്റൊന്നിൽ കായിമാണല്ലോ, സ്വന്തം എന്തല്ല ഖിയാമുള്ളതല്ലാത്തതാണ്. അതാണ് നിസ്ബിയായ അംർ. അത് ഗൈറു മുസ്തഖില്ലിന മുസ്തഖില്ലല്ല, സ്വന്തം ദാത്ത് കൊണ്ട് കായിമായ സാധനമല്ല സിഫത്ത്, മറ്റൊന്നിൽ കായിമാണ്. അതേസമയത്ത് ഇസ്മു സയ്യിദ് എന്നുള്ളത് ദാത്ത് സ്വന്തം ഖിയാമുള്ളതാണ്,
ഇന്തിലാക്കുന്നുള്ളത് സ്വന്തം ഖിയാമില്ലാത്ത മറ്റൊന്നിൽ ഇറങ്ങുന്ന ഹാലാണത്. നിസ്ബിയായ അംറിന് മേൽ അറിയിച്ചതിനു വേണ്ടി. കാരണം അന്ന മഅനൽ മുബ്തദഇ, എന്താ മുബ്തദഇന്റെ മഅന? അൽ മൻസൂബു ഇലൈഹി എന്ന അതിന്റെ മഅന, അതിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന. അതാണല്ലോ മുസ്നദ് ഇലൈഹി എന്ന് പറയുന്നത്. ഓ മഅനൽ ഖബരി, ഖബറിന്റെ മഅന അൽ മൻസൂബു, അതിനെ ചേർക്കപ്പെട്ടു എന്ന. അപ്പോൾ മുബ്തദ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചേർക്കപ്പെടുക, ഖബറിന്റെ മഅന എന്താണ്? ചേർക്കപ്പെട്ടത് എന്ന. അപ്പോൾ മൻസൂബ് ഇലൈഹിം മൻസൂബും ഇത് രണ്ടും നോക്കുമ്പോൾ മൻസൂബ് ഇലൈഹിക്കുള്ള അഹ്ല് ദാത്താണ്, മൻസൂബിനുള്ള അഹ്ല് സിഫത്തുമാണ്. വദ്ദാത്തു ഹിയൽ മൻസൂബ് ഇലൈഹി, അതാണ് ദാത്ത്, അത് മാത്രമാണ് മൻസൂബ് ഇലൈഹി. വസ്സിഫത്തു ഹിയൽ മൻസൂബ്, സിഫത്ത് മാത്രമാണ് മൻസൂബ്. കാരണം ഒന്നിനെ ഒരു ദാത്തുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല അതിലേക്ക് മറ്റൊന്നിനെ ചേർക്കല് എന്ന് പറഞ്ഞാൽ മൻസൂബ് ഇലൈഹിയോട് മുനാസിബ് ഏതാണ്? അത് ദാത്താണ്. കാരണം അത് മുസ്തഖില്ലായതുകൊണ്ട്. മൻസൂബിനോട് മുനാസിബ് അത് സിഫത്തുമാണ്, അത് മുസ്തഖില്ലല്ലാത്തതുകൊണ്ട്. അപ്പോൾ വദ്ദാത്തു ഹിയൽ മൻസൂബ് ഇലൈഹി എന്ന് പറഞ്ഞാൽ അത് ദാത്ത് മുസ്തഖില്ലായതുകൊണ്ട് മൻസൂബ് ഇലൈഹി ആകാൻ പറ്റിയത് ദാത്തും, സിഫത്ത് മുസ്തഖില്ലല്ലാത്തതുകൊണ്ട് മൻസൂബാവാൻ പറ്റിയത് സിഫത്തുമാണ്. ഫസവാഹും ഖുൽന, അപ്പോൾ നമ്മൾ പറയട്ടെ സയ്യിദുൻ അൽ മുന്തലിഖു, സയ്യിദുൻ അൽ മുന്തലിഖു എന്ന് പറയട്ടെ, അവിൽ മുന്തലിഖു സയ്യിദുൻ എന്ന് പറയട്ടെ. യകൂനു സയ്യിദുൻ മുബ്തദഅൻ, സയ്യിദാരാകും മുബ്തദയാകും, വൽ മുന്തലിഖു ഖബറൻ, മുന്തലിഖ് എന്നുള്ളത് ആരുമാകും, ഖബറും ആകും. വഹാദാ റഅയുൽ ഇമാമി റാസി, ഇതാണ് അല്ലാമ ഇമാം റാസി തങ്ങളുടെ റഅയാണിത്. വറുദ്ദ, ഈ കീലയെ റദ്ദ് ചെയ്യപ്പെട്ടു. ഈ റദ്ദ് ഏത് സമ്മതിക്കുന്നുണ്ട്? ദാത്തിനോട് മുനാസിബ് അത് മൻസൂബ് ഇലൈഹി, ദാത്താണ് മൻസൂബ് ഇലൈഹി ആകേണ്ടത് എന്നും സിഫത്താണ് മൻസൂബാകേണ്ടതും എന്നാണ് കീലക്കാർ പറഞ്ഞത്. ആ കാരണം സമ്മതിച്ചും കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്. വറുദ്ദ, ഈ കീലയെ റദ്ദ് ചെയ്യപ്പെട്ടു. ബി അന്നൽ മഅന, തീർച്ചയായിട്ടും മഅനയാകുന്നത്, അതായത് അൽ മുന്തലിഖു സയ്യിദുൻ എന്ന് പറഞ്ഞു കൊടുത്ത് അൽ മുന്തലിഖു മുസ്നദ് ഇലൈഹി ആവാൻ പാടില്ല എന്നാണല്ലോ ഇമാം റാസിന്റെ റഅയ്. ഈ ഖീലയുടെ റഅയ്, ഖീല ഇമാം റാസി തങ്ങളുടെ റഅയാണെന്നും പറഞ്ഞു. ഏത് സയ്യിദുൻ അൽ മുന്തലിഖു എന്നുള്ളവർക്ക് പ്രശ്നമില്ല, സയ്യിദ് മുസ്നദ് ഇലൈഹി തന്നെ. അൽ മുന്തലിഖു സയ്യിദുൻ, അവിടെയാണ് പ്രശ്നം. ഇവിടെ അൽ മുന്തലിഖു മുസ്നദാവാൻ പാടില്ല എന്നാണ് ഇമാം റാസി തങ്ങളുടെ റഅയ്. അതിന് മറുപടി വറുദ്ദ, ഈ ഖീലയെ റദ്ദ് ചെയ്യപ്പെട്ടു. ബി അന്നൽ മഅന, തീർച്ചയായിട്ടും മഅന അശ്ശഖ്സുല്ലദീ ലഹു സിഫത്തു സാഹിബുൽ ഇസ്മി എന്നാണ്. അതായത് അൽ മുന്തലിഖു എന്ന് പറഞ്ഞാൽ ഇന്തിലാക്കുള്ള ആ ആള്, ഇന്തിലാക്കുള്ള ആള്. അൽ മുന്തലിഖു, ഇന്തിലാക്ക് സാബിത്തായ ഒരാള്. സയ്യിദുൻ, സയ്യിദ് എന്ന പേരിന്റെ ഉടമയാണ്. കണ്ടോ? അന്നൽ മഅനയാകുന്നത് അശ്ശഖ്സുല്ലദീ ലഹു സിഫത്തു, ഇന്തിലാക്കുള്ള സിഫത്ത് സാഹിബുൽ ഇസ്മി, സയ്യിദുൻ, സയ്യിദ് എന്ന പേരിന്റെ ഉടമയാണ്. ഇങ്ങനെ ആക്കുക. അപ്പൊ എന്തായി? അൽ മുന്തലിഖൂന് ദാത്തിയത്ത് സുബൂത്താക്കി, സയ്യിദിന് ഉസ്വിയത്ത് സുബൂത്താക്കി. എന്നിട്ട് അൽ മുന്തലിഖൂനെ മൻസൂബ് ഇലൈഹിയാക്കി, സയ്യിദിനെ മൻസൂബുമാക്കി. ഇതാണ് മറുപടി പറഞ്ഞത്. യഅനി അന്ന സിഫത്ത് തുജ്അലു
ആ സിഫത്തിന് ആക്കപ്പെടും ദാലത്തന്നല ദാത്തി, ദാത്തിന്റെ മേൽ അറിയിക്കുന്നതാക്കപ്പെടും, ദാത്തിന്റെ മേൽ അറിയിക്കുന്നതാക്കപ്പെടും. ഓ മുസ്നദൻ ഇലൈഹ, അതിന് മുസ്നദ് ഇലൈഹിയും ആക്കപ്പെടും. മനസ്സിലായില്ലേ? അസ് അൽ മുന്തലിക്കു, മുന്തലിക്കാവുന്നത്. അതായത് അത് മുഅറഫാണ് കേട്ടോ, സാമീന് മുഅറഫാവണം. നമ്മുടെ ചർച്ച അൽ മുന്തലിക്കും. തഅരീഫിന്റെ അഹദിന്റെ ഖാരിജിയായ അഹദിന്റെ അലിഫിലാമ കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതുമാവാം, ജിൻസിന്റെ അലിഫിലാമ കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതുമാവാം. അൽ മുന്തലിക്കു ഖാരിജിൽ നിന്ന് അറിയപ്പെട്ട ആ പോകുന്നവനാകുന്നത് അവൻ സെയ്ദാണ്, സെയ്ദ് എന്ന പേരിന്റെ ഉടമയാണ്. അല്ലെങ്കിൽ ഇന്തിലാക്കിൽ പോകുന്ന ആ ആള് ആരാണ്? ജിൻസിന്റെ അൽഫിലാമാവുമ്പോൾ ഇന്തിലാക്കുന്ന സിഫത്തുള്ള ആളാകുന്നത് അത് ഹക്കീക്കത്തിന്റെ ലാമുകൊണ്ട് മൈരിഫിയാക്കപ്പെട്ടതാകുമ്പോഴാണ്. അതായത് ജിൻസിന്റെ ലാമുകൊണ്ട് സെയ്ദ് എന്ന പേരുള്ള ആളാണ്. അതാണ് ഇനി അന്ന സിഫത്ത തുജ്അലു, സിഫത്തിനാക്കപ്പെടും ദാലത്തന്നല ദാത്തി, ദാത്തിന്റെ മേൽ അറിയിക്കപ്പെടുന്നതാക്കപ്പെടും. ഓ മുസ്നദൻ ഇലൈഹ, അതിനെന്തു ആക്കപ്പെടും? മുസ്നദ് ഇലൈഹിയും ആക്കപ്പെടും. വൽ ഇസ്മു, ഇല്ലേ? അതെ, അന്ന സിഫത്ത വൽ ഇസ്മു, വൽ ഇസ്മ രണ്ടും വായിക്കാം. വൽ ഇസ്മൂന്നും വായിക്കാം, വൽ ഇസ്മാന്നും വായിക്കാം. വൽ ഇസ്മ ഇസ്മു യജ്അലു, അതിനെ ആക്കപ്പെടും ദാലൻ അല അംദിൻ നിസബിയ്യിൻ, നിസബിയായ ഒരു അംറിന്റെ മേൽ അറിയിക്കുന്നതാക്കപ്പെടും. ഓ മുസ്നദൻ, അതിന് മുസ്നദും ആക്കപ്പെടും എന്നാ പറഞ്ഞത്. ഇനി അമ്മാ കൗനുഹു ഐ കൗനുൽ മുസ്നദി ജുംലത്തൻ, മുസ്നദ് ജുംലയാവൽ, മുസ്നദ് ജുംലയാവൽ ഫലി തഖവ്വി, അത് തഖവ്വിക്ക് വേണ്ടിയാണ്. നഹ്വു സൈദുൻ ഖാമ പോലെ. ഔലി കൗനിഹി സബബിയൻ, അല്ലെങ്കിൽ ആ മുസ്നദ് ജുംല, ആ മുസ്നദ് സബബി ആയതിനു വേണ്ടിയിട്ടാണ്. സബബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായതാണ്. ആ സിഫത്ത് മുശബ്ബഹന്റെ ബാബ് അൽഫയിൽ നോക്കിയാൽ മനസ്സിലാകും. എന്ത്? വസബഖു മാ തഅമലു ഫീഹി മുജ്തനബ് വകൗനുഹു ദാ സബബിയ്യത്തിൻ വജബ്. സിഫത്ത് മുശബ്ബഹന്റെ മഅമൂല് മുങ്കടുക്കൽ പാടില്ലാത്തതാണ്. ആ മഅമൂൽ ആരാവണം? സബബിയ്യത്ത് ഉടയതാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വകൗനുഹു ദാ സബബിയ്യത്തിൻ വജബ്, അവിടെ പറഞ്ഞിട്ടുണ്ട്. ശറഹ് നോക്കിയാൽ കാണാം. എന്ത്? സബബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആവശ്യമുള്ളവർ അവിടെ എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ പറയട്ടെ, അമ്മാ കൗനുഹു, അപ്പോൾ സബബിയാവൽ എന്താണെന്നുള്ളത് അൽഫയിൽ നോക്കി മനസ്സിലാക്കുക. വമ്മാ കൗനുഹു ഐ കൗനുൽ മുസ്നദി ജുംലത്തൻ, മുസ്നദ് ജുംലയാവൽ ഫലി തഖവ്വി, അത് തഖവ്വിക്ക് വേണ്ടിയിട്ടാണ്, ഹുക്മിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നഹ്വു സൈദുൻ ഖാമ പോലെ, ചെയ്താവുന്നത് ഖാമ, ആ സൈദ് നിന്നു, രണ്ട് ഇസ്നാദുണ്ട് അവിടെ. അതുകൊണ്ടാണ് അത് തഖവ്വിൽ ഹുക്മ് സംഭവിച്ചത്. ഔലി കൗനിഹി സബബിയൻ, അല്ലെങ്കിൽ ആ മുസ്നദ് സബബിയ്യ് ആയതിനു വേണ്ടിയിട്ടാണ്. നഹ്വു സൈദുൻ അബൂഹു ഖായിമുൻ എന്ന് പറയും പോലെ, കമാ മർറ, മുമ്പ് പറഞ്ഞതുപോലെ. എന്ത്? മിൻ അന്ന ഇഫ്റാദഹു, മുസ്നദിനെ മുഫ്രദാക്കൽ യകൂനതാകും ലി കൗനിഹി ഗൈറ സബബിയ്യിൻ, ഗൈറ സബബിയ്യ് ആയതിനു വേണ്ടി, സബബിയ്യ് അല്ലാത്തതായതിനു വേണ്ടി, മഅദമി ഇഫാദത്തി തഖവ്വി, തഖവ്വിയെ ഫായിദ എന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. പേജ് 135 അത് നോക്കിയാൽ കാണാം. എന്താണ് അവിടെ പറഞ്ഞത്? വഅമ്മാ ഇഫ്റാദുഹു ഫലികൗനിഹി ഗൈറ സബബിയ്യിൻ മഅദമി ഇഫാദത്തി തഖവ്വിൽ ഹുക്മി ഇദ് ലൗ കാന സബബിയ്യൻ നഹ്വു സൈദുൻ ഖാമ അബൂഹു ഔ മുഫീദൻ ലിത്തഖവ്വി നഹ്വു സൈദുൻ ഖാമ ഫഹുവ ജുംലത്തുൻ ഖത്അൻ എന്ന് 135 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് കമാ മറ, മുമ്പ് കഴിഞ്ഞതുപോലെ. മിന്നന്ന ഇഫ്റാദുഹു, മുസ്നദിനെ മുഫ്രദാക്കൽ, യകൂനു അതാകും ലി കൗനിഹി ഗൈറ സബബിയ്യിൻ, അത് സബബിയ്യ് അല്ലാത്തതിന് വേണ്ടി,
അതെ, അത് സബബി അല്ലാത്തതായതിനു വേണ്ടിയിട്ടാണ് മാരമി ഫാദത്തി തക്കവി, തക്കവീനെ ഫാദത്തിക്കാതിരിക്കലോടുകൂടെ. ഓ സബബു തക്കവി, ഇവിടെ സെയ്ദുൻ കാമ അബു സെയ്ദുൻ കാമ എന്നത് സബബിയല്ല. പിന്നെന്താണ് അവിടെ തക്കവിൽ ഹുക്കുമുണ്ട്. എങ്ങനെ തക്കവിൽ ഹുക്കുമുണ്ട് ഉണ്ടായത് എങ്ങനെയാണ്? അതാണ് പറയുന്നത്. ഓ സബബു തക്കവി, തക്കവിയുടെ സബബ് സെയ്ദുൻ കാമ, സെയ്ദുൻ കാമ പോലത്തതിൽ തക്കവിയുടെ സബബ് അലാമ ദക്കറഹു സാഹിബുൽ മിഫ്താഹി, അല്ലാമ സക്കാക്കി തങ്ങൾ സാഹിബുൽ മിഫ്താഹ് പറഞ്ഞതനുസരിച്ച് ഹുവ ആ സബബ് അന്നൽ മുബത്തദ, ആ മുബത്തദ, അന്നൽ മുബത്തദ, തീർച്ചയായിട്ടും മുബത്തദ ലികൗനിഹി, മുബത്തദ ആയതിനു വേണ്ടി, അതായത് മുസ്നദൻ ഇലൈഹി ആയതിനു വേണ്ടി, ലികൗനിഹി ആ മുബത്തദ ആയതിനു വേണ്ടി, മുസ്നദൻ ഇലൈഹി ആയതിനു വേണ്ടി, യസ്തദി ആ മുബത്തദ ആവശ്യപ്പെടും, അൻ യുസ്നദ ഇലൈഹി അതിലേക്ക് ചേർക്കപ്പെടലിനെ, ഷൈഉൻ എന്തെങ്കിലും ഒരു ഷൈഇനെ ചേർക്കപ്പെടലിനെ. അതാ ഷൈഇ എന്ന് പറഞ്ഞാൽ എന്താവാം? നിക്രയോ ആവാം, മൈരിഫയും ആവാം. അവിടെ പറയട്ടെ. എന്നിട്ട് മുബത്തദ എന്താണ്? ഒരു മുസ്നദിലിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫഇദാ ജാഅ ബഅദഹു, ആ മുബത്തദയുടെ പിന്നിൽ വന്നാൽ, മാ ഒരു ലഫ്ള് വന്നാൽ, യസ്ലഹു ആ ലഫ്ള് പറ്റും, ആ യുസ്നദ അതിനെ ചേർക്കപ്പെടലിനിക്ക് പറ്റും. എന്തിലേക്ക്? ഇലാ ദാലിക്കൽ മുബത്തദഇ, ആ മുബത്തദയിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടലിന് പറ്റുന്ന ഒന്ന് ആ മുബത്തദന് ശേഷം വന്നാൽ, സറഫുഹു ആ മാ യസ്ലഹു അൻ യുസ്നദ ഇലാ ദാലിക്കയെ തിരിക്കും. സറഫുഹുവിന്റെ ലമീർ മാ യസ്ലഹു, മാ യസ്ലഹു അൻ യുസ്നദ ഇലാ ദാലിക്കൽ മുബത്തദഇ എന്ന് പറഞ്ഞല്ലോ. ആ ഒന്നിനെ തിരിക്കും. അൽ മുബത്തദഉ, ആ മുസ്നദിന് പറ്റുന്ന ഒന്നിനെ തിരിക്കും. അൽ മുബത്തദഉ, മുബത്തദ തിരിക്കും. ഇലാ നഫ്സിഹി, മുബത്തദയുടെ സ്വന്തം നഫ്സിലേക്ക് തിരിക്കും. ഈ മുസ്നദിലേഹി അതിനെ മുസ്നദാക്കും. അവിടെ സവാവും കാന മുസ്നദാവട്ടെ, ഖാലിയൻ അനിൽ ലമീരി, ലമീറിനെ തൊട്ട് ഖാലിയായതാവട്ടെ. നെഹ്വു എന്താ ഉദാഹരണം? സൈദുൻ ഹൈവാൻ, സൈദാകുന്നത് എന്ന് പറഞ്ഞാൽ ബൈക്കുൽ ഹൈവാൻ പറഞ്ഞാൽ ഹൈവാനാണ് തന്നെയാണ് അതിന്റെ അർത്ഥം. ഔ മുത്തലമ്മിനൽ ലഹു, അല്ലെങ്കിൽ ലമീറിനെ ഉൾക്കൊണ്ടതാവട്ടെ. ലമീർ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ബഅദിൽ വരുന്നത് മുബത്തദ, ആ മാ യസ്ലഹൂനെ മുബത്തദയിലേക്ക് തിരിക്കും. ഫയൻഅഖിദു ബൈനഹുമാ ഹുക്മുൻ, ആ മുബത്തദാന്റെയും ഈ മുസ്നദിന്റെയും മാ യസ്ലഹൂന്റെ ഇടയിലും കെട്ടുപെടും ഹുക്മുൻ, ഒരു ഹുക്മു മുൻഅഖിദാകും. ഇനി നോക്ക്. സുമ്മ ഇദാ കാന മുത്തലമ്മിനൽ ലിലമീരിഹി, പിന്നെ ആ മാ യസ്ലഹു മുബത്തദാന്റെ ലമീറിനെ ഉൾക്കൊള്ളിച്ചതാണെങ്കിൽ, സൈദുൻ കാമ പോലെ, സൈദുൻ സൈദാവുന്നത് കാമ, ആ സൈദുനൊന്നു. അപ്പൊ കാമയിലൊരു ലമീറുണ്ട് സൈദിലേക്ക് മടങ്ങുന്ന, ലമീറിനെ ഉൾക്കൊള്ളിച്ചതാണെങ്കിൽ എങ്ങനത്തെ ലമീർ? അൽ മുഅ്തദ്ദി ബിഹി, മുഅ്തദ്ദി ബിഹിയായ ലമീർ. അതിങ്ങനെ മുഅ്തദ്ദി ബിഹിയായ ലമീർ ബി അല്ലാ യകൂന, ആ മുസ്നദ് ആവാതിരിക്കുക, മുശാബിഹൻ ലിൽ ഖാലി അനിൽ ലമീരി, ലമീറിനെ തൊട്ട് ഖാലിയായതിനോട് തുല്യമായത് ആകാതിരിക്കുക. കമാഫി സൈദുൻ കായിമുൻ എന്നതിലുള്ളതുപോലെ, കായിമിൽ ലമീർ ഉണ്ടെങ്കിലും അത് ലമീറിനെ തൊട്ട് ഖാലിയായതിനോട് മുശാബിഹാണ്. കാരണം എന്തുകൊണ്ട്? അത് ഖിത്താബിന്റെ സമയത്തും ഗൈബത്തിന്റെ സമയത്തും തക്കല്ലുമിന്റെ സമയത്തും തഹയ്യുറാകണില്ല. അനറജുലുൻ അന്തറജുലുൻ ഹുവ റജുലുൻ എന്നതുപോലെ അനക്കായിമുൻ അന്തക്കായിമുൻ ഹുവ കായിമുൻ. കായിമിൽ ലമീർ ഉണ്ടെങ്കിലും ലമീറിനെ തൊട്ട് ഖാലിയായതിനോട് മുസാബിഹായ മുസ്നദാണ് കായിമ്. അപ്പോൾ കായിമിലുള്ള ലമീർ എന്തല്ല? മുഅ്തദ്ദി ബിഹി അല്ല. അങ്ങനെ മുഅ്തദ്ദി ബിഹി എന്ന ലമീറിനെ ഉൾക്കൊള്ളിച്ചതാണെങ്കിൽ സറഫഹു, ആ മുസ്നദിനെ തന്നെ ആ മാ യസ്ലഹൂനെ തിരിക്കും. ദാലിക്കൽ ലമീർ, ഈ ലമീർ തിരിക്കും.
ഇലൽ മുബത്തദൈ മുബത്തദയിലേക്ക് സാനിയ രണ്ടാം പ്രാവശ്യം. അപ്പൊ സെയ്ദുൻ സെയ്ദാകുന്നത് കാമ ആ സെയ്ദ് നിന്നു. അപ്പൊ ഈ ഖിയാമിനെ ആദ്യം സെയ്ദൊന്ന് സെയ്ദിലേക്ക് വലിച്ചു, പിന്നെ കാമയിലുള്ള ലമീറൊന്നും സെയ്ദിലേക്ക് എന്തായി, ഈ ഖിയാമിനെ എന്തായി തിരിച്ചു സർഫ് ചെയ്തു. ഫയക്തസിൽ ഹുക്കുമ ഖുവ്വത്തൻ, അപ്പോൾ ഈ ലമീർ ഹുക്കുമിനുക്ക് ധരിപ്പിക്കുന്നതാണ്. ഖുവ്വത്തൻ, ഒരു ഖുവ്വത്തിനെ ധരിപ്പിക്കും, അതായത് അണിയിക്കും. ശക്ക് ഒരു ഖുവ്വത്തിന് അതിന് ഇക്തിസാഅ് ചെയ്യും, ധരിപ്പിക്കുന്നതാണ്. ഫഅലഹാദ, ഈ പറഞ്ഞതനുസരിച്ച് ഇക്തിസാദിന് വസ്ത്രം ധരിക്കുക. 5 നമ്പർ വസ്ത്രം ധരിക്കുക. യക്തസിൽ ഹുക്കുമ ഖുവ്വത്തൻ, ഹുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഹുക്കുമിരിക്കുന്ന ഫീലിന്റെ ആ സുബൂത്തിനക്ക് ഒരു ഖുവ്വത്തിനെ നൽകും. അപ്പൊ യക്തസി ആ ലമീർ നൽകും എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ യക്തസി ആ ലമീർ നൽകും, അൽ ഹുക്കുമ ഹുക്കുമിനക്ക് ഖുവ്വത്തൻ, ഒരു ഖുവ്വത്തിനെ നൽകും. ഫഅലഹാദ, ഈ പറഞ്ഞതനുസരിച്ച് യഖ്തസ്സു തഖവി, തഖവി ഖാസാകും. ബിമാ, ഒരു മുസ്നദ് കൊണ്ട് ഖാസാകും. എങ്ങനത്തെ മുസ്നദ്? യകൂനു, ആ മുസ്നദാകും. മുസ്നദൻ, ഇസ്നാദ് ചെയ്യപ്പെട്ടതാകും. ഇലാ ലമീരിൽ മുബ്തദഇ, മുബ്തദാന്റെ ലമീറിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ടതാകും. അങ്ങനത്തെ മുസ്നദ് കൊണ്ട് ഖാസാകും. ആര്? തഖവി. അപ്പൊ എന്താകും? മുസ്നദിൽ മുബ്തദാന്റെ ലമീറിലേക്ക് മുസ്നദിനെ ഇസ്നാദ് ചെയ്യണം. മുബ്തദാന്റെ ലമീറിലേക്ക് മുസ്നദിനെ ഇസ്നാദ് ചെയ്യണം. അങ്ങനെയുള്ള മുസ്നദ് ഉള്ളിടത്തെ തഖവ്വിൽ ഹുക്മ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. തഖവ്വിൽ ഹുക്മ് ഏതുകൊണ്ട് ഖാസാവും? തഖവ്വിൽ ഹുക്മ് ഫഅലാദ, ഈ പറഞ്ഞതനുസരിച്ച് സാഹിബുൽ മിഫ്താഹ് പറഞ്ഞതനുസരിച്ച് യഖ്തസ്സു തഖവ്വി, തഖവ്വി ഖാസാകും. ബിമാ, ഒരു മുസ്നദ് കൊണ്ട്. യകൂനു, ആ മുസ്നദാകും. മുസ്നദൻ, ഇസ്നാദ് ചെയ്യപ്പെട്ടതാകും. ഇലാ ലമീരിൽ മുബ്തദഇ, മുബ്തദാന്റെ ലമീറിലേക്ക്. സെയ്ദും കാമയിലുള്ളതുപോലെ. വയഖ്റുജു അന്നു, തഖവ്വിയിൽ നിന്ന് പുറത്തുപോകും. സെയ്ദുൻ ലറബുത്തുഹു നഹവു സെയ്ദുൻ ലറബുത്തുഹു പോലത്തത് പുറത്തുപോകും. വയജിബു അൻ യുജ്അല സബബിയ്യൻ, ഈ സെയ്ദുൻ ലറബുത്തുഹു എന്നതിനെ സബബിയാക്കപ്പെടൽ നിർബന്ധമാവുകയും ചെയ്യും. ഇവിടെ 137 പേജ് ഒന്ന് വായിച്ചു നോക്കണം. മുഖ്തസറിലെ 137 പേജ്. അവിടെ ഈ വിഷയം ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 137 പേജ്. എവിടെയാണത്? ويمكن أن يفسر المسند السببي بجملة علقت على مبتدأ بعائد لا يكون مسندا إليه في تلك الجملة എന്ന് പറഞ്ഞിട്ട് ഫഖറജൽ മുസ്നദു, അപ്പോ ഒരു മുസ്നദ് പുറപ്പെട്ടു. ഫീനവി സെയ്ദുൻ മുന്തലിക്കുൻ അബൂഹു, സെയ്ദുൻ മുന്തലിക്കുൻ അബൂഹു സബബിയായ മുസ്നദല്ല, ലിഅന്നഹു മുഫ്രദാണ്. വഫീനഹി ഖുൽ ഹുവല്ലാഹു അഹദ് പോലത്തെയുള്ള മുസ്നദും പുറപ്പെട്ടു. കാരണം അന്ന തഅലീഖഹ, അല്ലാഹു അഹദ് എന്ന ജംലയെ ബന്ധിപ്പിക്കൽ, അലൽ മുബ്തദഇ, മുബ്തദാന്റെ മേൽ ബന്ധിപ്പിക്കൽ, ലൈസ ബിആയിദിൻ, ആയിദ് കൊണ്ടേ അല്ല. സഅനിന്റെ ലമീറിന്റെ ഖബർ ജംലായിട്ട് വരുമ്പോൾ ആയിദ് ഉണ്ടാവൂല. വഇൻ തകുൻ നിയ്യാഹു ലഫ് എന്ന് പറഞ്ഞു നഫ്സൻ, വഇൻ തകുൻ നിയ്യാഹു മഅനൻ യക്തഫി, അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? വഇൻ തകുൻ നിയ്യാഹു മഅനൻ യക്തഫി, ഓർമ്മല്ല, അതവിടെ നോക്കിയാൽ മതി അല്ലേ? വമുഫ്റദൻ യഅതി വയഅതി ജുംല ഹാവിയതൻ മഅനൽ ലദീസി ഖാതില വഇൻ തകുൻ നിയ്യാഹു മഅനൻ. ഇൻഷാ അല്ലാഹ് അവിടെ നോക്ക് കേട്ടോ. പിന്നെ
ഇവിടെ ഈ 137 പേജിൽ പറഞ്ഞിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ലിഅന്ന തഅലീഖഹ അല്ലാഹു അഹദ് എന്ന ജുംലയെ ബന്ധിപ്പിച്ചതല്ല മുബ്തദയിൽ ബന്ധിപ്പിച്ചത് ലൈസ ബി ആയിദിൻ ആയതുകൊണ്ടല്ല. വഫീ നബി സൈദുൻ ഖാമ വ സൈദുൻ ഹുവ ഖായിമുൻ അതും എന്തല്ല തഖവ്വിൽ സബബിയല്ല. കാരണം എന്തുകൊണ്ട് ലഅന്നൽ ആയിദ ഫീഹിമാ മുസ്നദുൻ ഇലൈഹിയാണ്. അപ്പം എന്തായി അത് സബബിയല്ല. പിന്നെ തഖവ്വിൽ ഹുക്കുമുണ്ട്. വദഖല ഫീ സബബിയിൽ കടന്നു സൈദുൻ അബൂഹു ഖായിമുൻ വസൈദുൻ ഖാമ അബൂഹു വസൈദുൻ മറർതു ബിഹി വസൈദുൻ ദറബ്തു അംറൻ ഫീ ദാരിഹി വസൈദുൻ ദറബ്തുഹു വനഹു ദാലിക മിനൽ ജുമലിൽ ലത്തി വഖഅത് ഖബറുൽ മുബ്തദഇ വലാ തുഫീദു തഖവ്വിയ വൽഉംദത്തു ഫീ ദാലിക തതബ്ബു കലാമി സക്കാക്കി ലിഅന്നാ ലം നജിദ് ഹാദൽ ഇസ്തിലാഹ മിമ്മൻ ഖബ്ലഹു. 137 പേജ് മറിച്ച് നോക്കണം. അപ്പോൾ സക്കാക്കി സാഹിബുൽ മിഫ്താഹ് പറഞ്ഞതനുസരിച്ച് എന്തായി സൈദുൻ ദറബുത്തുഹു പോലത്തത് എന്തായി തഖവ്വിൽ ഹുക്കുമിൽ നിന്ന് പുറത്തുപോയി. അത് സബബിയാവൽ നിർബന്ധവുമാണ്. അതുകൊണ്ടാണ് മുഫ്രദല്ലാത്തതുകൊണ്ട്. ഇനി വഅമ്മ അലാ മാ ദക്കറഹു ശൈഖു ഫീ ദലായിലിൽ ഇജാസി ശൈഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ ദലായിലുൽ ഇജാസിൽ പറഞ്ഞതനുസരിച്ച് തഖവ്വിൽ ഹുക്കുമിന്റെ കാരണം വഹുവ ആ മാ ദക്കറഹു ശൈഖ് അന്നൽ ഇസ്മ ശൈഖ് പറഞ്ഞ ഒന്ന് ഇസ്മു ലാ യുഅ്താ ബിഹി ആ ഇസ്മിനെ കൊണ്ടുവരപ്പെടൂല മുഅർറൻ അനിൽ അവാമിലി അവാമിലിനെ തൊട്ട് തരിപ്പിക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരൂല സൈദുൻ ഇല്ലാലി ഹദീസിൻ ഒരു ഖബറിനെ ഒരു വാർത്തയെ അതിലേക്ക് ഇസ്നാദ് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഒരു ഹദീസിന് വേണ്ടിയല്ലാതെ ഒരു കാര്യം പറയാൻ വേണ്ടിയല്ലാതെ കൊണ്ടുവരൂല. സയ്യിദുൻ എന്തിനു കൊണ്ടുവരുന്നു? സയ്യിദിനെപ്പറ്റി ഒരു കാര്യം പറയാനാണ് സയ്യിദുൻ എന്ന് പറയുന്നത്. എങ്ങനത്തെ ഹദീസാണ്? ഖദ് നുവിയ ഇസ്നാദുഹു ഇലൈഹി ആ ഹദീസ്. ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖബർ, ഒരു മഹ്കൂമു ബിഹി എന്നർത്ഥം. ഒരു കാര്യം കൊണ്ട് ഹുക്മു പറയാനല്ലാതെ ഖദ് നുവിയ ഹദീസ് ഒരു വിവരണത്തിന് വേണ്ടി അല്ലാതെ ഇസ്മിനെ അവാമിനെ തൊട്ട് തൻപിക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരൂല. എങ്ങനത്തെ ഹദീസാണ്? ഖദ് നുവിയ ഇസ്നാദുഹു ഇലൈഹി ആ ഹദീസിനെ ആ ഇസ്മിലേക്ക് ഇസ്നാദ് ചെയ്യലിനെ കരുതപ്പെട്ടു. ഇനി ശൈഖ് പറയുന്നു ഫൈദാ ഖുൽത നീ പറഞ്ഞാൽ സയ്യിദുൻ എന്ന് പറഞ്ഞാൽ അശ്അർത നീ അറിയിച്ചു കൽബ സാമിഇ സാമിഇന്റെ കൽബിൽ നീ അറിയിച്ചു. എന്തറിയിച്ചു? ബിഅന്നക തുരീദുൽ ഇഖ്ബാറ അൻഹു ആ സയ്യിദിനെ തൊട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയിച്ചു. ഞാൻ സയ്യിദിനെപ്പറ്റി ഒരാൾ സയ്യിദുൻ എന്ന് പറയാണ്. അപ്പൊ സാമീനെ നീ എന്തറിയിച്ചു? സയ്യിദിനെപ്പറ്റി ഒരു കാര്യം പറയാനുണ്ടെന്നറിയിച്ചു. അപ്പൊ ഈ സാമി ഇങ്ങനെ കേട്ടു നിൽക്കും. എന്താണ് സയ്യിദിനെപ്പറ്റി മൂപ്പര് എന്തോ ഒന്ന് പറയുന്നുണ്ടല്ലോ. ഫഹാദ ഈ മുഅർറൻ അനിൽ അവാമിലിനെ തൊട്ടൊരു ഇസ്മിനെ കൊണ്ടുവരൽ തൗത്തിയത്തുൽ ലഹു ആ ഇഖ്ബാറിനുള്ള ഒരു കാൽവെപ്പും തഖ്ദിമത്തുൽ ഇലാമി ബിഹി ആ ഇഖ്ബാർ കൊണ്ട് ആ ഖബർ കൊണ്ട് അറിയിക്കലിനുള്ള ഒരു മുന്നോടിയുമാണ്. ഫൈദാ ഖുൽതാനി പറഞ്ഞാൽ കാമ എന്ന് ഇസ്നാദിനെ ആവർത്തിച്ച് ഒന്ന് പറഞ്ഞാൽ ദഖല ഫീ ഖൽബിഹി സാമിന്റെ കൽബിൽ കടക്കും. ആര്? ഈ ഖിയാമ് കടക്കും. ഈ ഖിയാമ് കടക്കും. ഫൈദാ ഖുൽത കാമ എന്ന് പറഞ്ഞാൽ ദഖല ആ കാമ കടക്കും. ഫീ ഖൽബിഹി സാമിന്റെ കൽബിൽ ദുഹൂലൽ മഅ്നൂസി ഒരു ഇണങ്ങിയതായ വസ്തു കടക്കും പോലെ കടക്കും. വഹാദ ഇങ്ങനെ പറയല് അഷദ്ദുലി സുബൂത്തി മഹ്കൂമിലേക്ക് മഹ്കൂമു ബിഹി സാബിത്താവാൻ ശക്തി നൽകുന്നതും അമ്നവുമിനെ ശുബ്ഹത്തി വശക്കി ശുബ്ഹാശക്കിനെ തൊട്ട് അത് തടയുന്നതുമാണ്. ഇപ്പൊ ശൈഖ് അബ്ദുൽ ഖാഹിർ പറഞ്ഞതനുസരിച്ച് മുഫ്രദും ഇതിൽ ഉൾപ്പെടും. അത് ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട്.
ഷേഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഏതും പെടും. ജുംലയാവണമെന്നില്ലല്ലോ. സൈദുൻ ഖായിമുൻ എന്ന് പറഞ്ഞതും പെടും. മനസ്സിലായില്ലേ? പിന്നെ അതെവിടെ പറഞ്ഞു? അത് ദസൂക്കയിൽ പറഞ്ഞിട്ടുണ്ടത്. ഫയദ്ഖുലു ഫീഹി വസൈദുൻ മറർതു ബിഹി വകദ. പിന്നെ പറയട്ടെ. വഹാദ അശദ്ദു ലിസുബൂത്തി മഹ്കൂം ബിഹി മഹ്കൂമിലേക്ക് സാബിത്താവാൻ ശക്തി നൽകുന്നതും വഅംനഉ മിന ശുബ്ഹത്തി വശക്കി ശുബ്ഹാശക്കിനെ തൊട്ട് തടയുന്നതുമാണ്. സയ്യിദുൻ ഖാമ എന്ന് പറഞ്ഞാൽ സയ്യിദിന് ഖിയാമു ഉണ്ടായിട്ടുണ്ട് എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. കാരണം സയ്യിദുൻ എന്ന് പറഞ്ഞപ്പോൾ സ്വാമി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അതിന് ശേഷം ഇവൻ ഖാമ എന്ന് പറയുമ്പോൾ അത് ആ സയ്യിദിന്റെ ഖിയാമ് ഒരു ശക്കുമില്ലാതെ സ്വാമിയുടെ ഹൃദയത്തിൽ കടക്കുന്നു എന്നാണ് ഇപ്പൊ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയുന്നത്. ഒബിൽ ജുംലത്തി മൊത്തത്തിൽ പറഞ്ഞാൽ ലൈസൽ ഇലാമു ബിശൈഇ, ഒരു ഷൈഇ കൊണ്ട് അറിയിക്കലല്ല, ബഹുത്തൻ പെട്ടെന്ന് അറിയിക്കലല്ല. മിസലൽ ഇലാമി ബിഹി, ആ ഷൈഇ കൊണ്ട് അറിയിക്കും പോലെയല്ല. ബഅദ തൻബീഹി, ഒന്ന് ഉണർത്തിയതിന് ശേഷം അറിയിക്കും പോലെയല്ല. അലൈഹി, ആ ഷൈഇന്റെ മേൽ. തഖ്ദിമത്തി, ഒരു തഖ്ദിമത്തിന്റെ ശേഷവും അറിയിക്കും പോലെയല്ല. ഫഇന്ന ദാലിക, ഇങ്ങനെ തൻബീഹിന്റെ ശേഷം അറിയിക്കൽ എജിരി നടക്കുന്നതാണ്. മജ്റാ തഅക്കീദിൽ ഇഅ്ലാമി, ഇഅ്ലാമിനെ അറിയിക്കലിനെ തഅക്കീദ് ചെയ്യുന്ന സ്ഥാനത്ത് നടക്കും. ഫിത്തഖവ്വി, തഖവ്വിയിൽ ഇഅ്ലാമിനെ തഅക്കീദ് ചെയ്യുന്ന സ്ഥാനത്ത് നടക്കും. വൽഹികാമി, ഉറപ്പി, ആ ഹുക്മിനെ ഒന്ന് ഉറപ്പിക്കുന്നതിന്റെ സ്ഥാനത്ത് നടക്കും. ഇങ്ങനെ വരുമ്പോൾ ഫയദ്ഖുലു ഫീഹി, ഈ സബബിയിൽ കടക്കും. നഹ്വു സയ്യിദുൽ റബത്തുഹു പോലത്തതും ഓ മറർത്തു ബിഹി പോലത്തതും കടക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതവിടെ നോക്കിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 137 പേജൊന്ന് വായിച്ചു നോക്കണം. മാത്രമല്ല ഏതും കിടക്കും. സെയ്ദുൻ ഹൈവാനുൻ, സെയ്ദുൻ ഖായിം, ഇതെല്ലാം മുഫറദും സബവിയിൽ പെടും. ആരുടെ അടുക്കൽ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ അടുക്കൽ എന്ന് വന്നപ്പോൾ അതെല്ലാം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ അടുക്കൽ സബബിയാണ്. ഇനി മുഫറദ് പുറത്തു വെക്കാനുള്ള കാരണം ആര് പറയണം? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറയണം. ഇവിടെ ജുംലയാവുന്നത് സബബിയാവാൻ വേണ്ടിയതാ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങള് സബബിയിന് പറഞ്ഞ തഅരീഫ് അനുസരിച്ച് മുഫറദിലും എന്ത് വരുന്നുണ്ട്? സബബിയത്ത് വരുന്നുണ്ട്. അപ്പോൾ സബബിയാകുമ്പോൾ ജുംലയാവണമെന്നില്ല എന്ന് വരുന്നു. അതിൽ നിന്ന് മുഫറദിനെ പുറത്താക്കാൻ കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറയണം. പിന്നെ ഒമിമ്മ, ഒന്നിൽപ്പെട്ടതാണ് യക്കൂനുൽ മുസ്നദു, മുസ്നദാകും ഫീഹ, ഒന്നിൽ ജുംലത്തൻ, ജുംലയാകും. ലാലി സബബിയത്തി, സബബിയത്തിന് വേണ്ടി അല്ലാതെ, വലാലി തഖവ്വി, തഖവ്വിക്ക് വേണ്ടിയും അല്ലാതെ. ഏത്? ഖബറു ലമീരി ഷൈനി, ഷൈനിന്റെ ലമീറിന്റെ ഖബർ. വലം യതഅറദു ലഹു, അതിലേക്ക് മുസന്നിഫ് തഅറുളായില്ല. ലിസുഹറത്തി അംദിഹി, ഷൈനിന്റെ ലമീറിന്റെ കാര്യം മശഹൂറായതിനു വേണ്ടി. വകൗലിഹി മഅലൂമൻ മിമ്മാ സബക്ക, മാസബക്കയിൽ നിന്ന് അത് ഇശാറത്ത് കൊണ്ട് അറിയപ്പെട്ടതായതിനു വേണ്ടിയും. മാസബക്ക എന്ന് പറഞ്ഞാൽ 117 പേജിൽ നിന്ന് അത് മനസ്സിലാകും. ഷൈനിന്റെ ലമീറിനെ പറ്റി ഇവിടെ വകൗലിഹിം ഹുവ ഔ ഹിയ സൈദുൻ ആലിമുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഷൈനിന്റെ ലമീറിന് എടുത്ത ഉദാഹരണത്തിൽ അതിന്റെ മുസ്നദ് ജുംലയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. മറ്റേ നേരത്തെ ബൈത്ത് അങ്ങനെയാണ്. നേരത്തെ നമ്മൾക്ക് ചൊല്ലിയിട്ട് കിട്ടാതെ പോയ ബൈറ്റേ
وإن تكن إياه معنا اكتفى بها كنطق الله حسبه وكفى. അപ്പോൾ അവരെ മുസന്നിഫ് എടുത്ത ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഷഹീദിന്റെ ലമീറിന്റെ ഖബർ ജുംലയാണ്, അത് സബബിയ്യത്തിന് വേണ്ടി അല്ല, തക്കവ്വിക്ക് വേണ്ടിയും അല്ല എന്ന് അതിൽ നിന്ന് ഇശാറത്ത് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് മാമറ. പിന്നെ അമ്മാ സൂറത്തു തഖ്സീസി, തഖ്സീസിന്റെ സൂറത്ത് യദ്നഹു അന സഅയ്തു ഫി ഹാജത്തിക, ഞാൻ മാത്രമാണ് നിന്റെ ഹാജത്തിൽ സഈ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞു പോയതാണ്. 99-ാം പേജ് നോക്കുക. വറജുലുൻ ജാഅനി, റജുൽ മാത്രമാണ് എൻ്റെ അടുക്കൽ വന്നത്. അവിടെ സക്കാക്കീന മദ്ഹബെല്ലാം കഴിഞ്ഞു പോയി, അവിടെ നോക്കണം. ഫഹിയ ദാഖിലത്തും ഫി തഖവ്വി, അത് തഖവ്വിയിൽ ദാഖിലാണ്. അവിടെ തഖ്സീസ് ഉണ്ടെങ്കിലും അവിടെ മഖ്സൂദ് തഖ്സീസാണ്, പക്ഷെ തഖവ്വി അവിടെ ദാഖിലായിട്ടുണ്ട്. അലാ മാ മറ, അതും മുമ്പ് പറഞ്ഞതനുസരിച്ച്. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.